ഹായ്, ഞാൻ സുബിൻ VR, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ അറിയാം? നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ കരുതലാണ് ഇൻകം ടാക്സുകാർക്ക് ഉള്ളത്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു കണക്ക് പുസ്തകം തന്നെ ഇൻകം ടാക്സുകാർ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. 5 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻകം ടാക്സുകാർ നിങ്ങളുടെ ഇടപാടുകളെ കുറിച്ച് അറിയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻകം ടാക്സുകാർ അറിയുന്നത്? ഇൻകം ടാക്സുകാർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ അറിഞ്ഞു എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും? 4th വൺ, ഇൻകം ടാക്സുകാർ നിങ്ങളെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ അറിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ലാസ്റ്റ് വൺ, നിങ്ങൾ ഒന്നും ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തിട്ടുള്ള 4th പോയിന്റ് ആൻഡ് 5th പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കുറച്ച് സിവിയർ ആയിട്ടുള്ള മാറ്ററാണ്. എങ്ങനെയാണ് ഇൻകം ടാക്സുകാർ നിങ്ങളെക്കുറിച്ച് അറിയുന്നത്? ഇത് കാണുന്ന പല ആളുകൾക്കും പാൻ നമ്പർ ഉണ്ടായിരിക്കും. 90-95% കാര്യങ്ങളും ഇൻകം ടാക്സുകാർ അറിയുന്നത് നിങ്ങളുടെ പാൻ ലിങ്ക് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനുകളിലൂടെയാണ്. നിങ്ങൾ പല സ്ഥാപനങ്ങളുമായും ഇടപാടുകൾ നടത്തുന്നുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ബാങ്ക്, ചിട്ടി കമ്പനികൾ, NBFCകൾ, ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ, ഇങ്ങനെ പല സ്ഥാപനങ്ങളുമായി നിങ്ങൾ ഇടപാടുകൾ നടത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇടപാടുകൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എക്സീഡ് ചെയ്യുമ്പോൾ അത് ഇൻകം ടാക്സിലേക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും ഇൻകം ടാക്സിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കരുതുന്നുണ്ടാകാം പാനാണ് ഇതിൽ വില്ലനായിട്ടിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പാൻ നമ്പർ ഇല്ലാതെ ഇനി ജീവിക്കാമെന്ന്. പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പല കാര്യങ്ങൾക്കും പാൻ നമ്പർ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 2 വീലർ ഒഴികെയുള്ള എല്ലാ മോട്ടോർ വെഹിക്കിൾസും വാങ്ങിക്കാനായിട്ട് ഒരു പാൻ നമ്പർ നിർബന്ധമാണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വേണം എന്നുണ്ടെങ്കിൽ പാൻ നമ്പർ നിർബന്ധമാണ്. നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, നിങ്ങളൊരു ഷെയർ ട്രേഡിംഗ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പാൻ നമ്പർ കമ്പൽസറി ആണ്. 50,000 രൂപയിൽ കൂടുതലുള്ള ഇനി പറയുന്ന ട്രാൻസാക്ഷനുകൾക്ക് പാൻ നമ്പർ നിർബന്ധമാണ്. ഫോറിൻ കറൻസി അല്ലെങ്കിൽ നിങ്ങൾ ഫോറിൻ ട്രാവൽ എക്സ്പെൻസ് 50,000 രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ പാൻ നമ്പർ നിർബന്ധമാണ്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ 50,000 രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ്, പേ ഓർഡർ, ബാങ്കേഴ്സ് ചെക്ക്, ഇതെല്ലാം 50,000 രൂപയ്ക്ക് മുകളിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ നമ്പർ നിർബന്ധമാണ്. നിങ്ങൾക്കൊരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ, നിധി കമ്പനിയിൽ, NBFCകളിൽ 50,000 രൂപയ്ക്ക് മുകളിൽ FD ഇടണം എന്നുണ്ടെങ്കിൽ പാൻ നമ്പർ നിർബന്ധമാണ്. ഇൻഷുറൻസ് പ്രീമിയം ഒരു വർഷത്തിൽ 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ പാൻ നമ്പർ നിർബന്ധമാണ്. നിങ്ങളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാണ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാണ്, റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൻ നമ്പർ ഇല്ലാതെ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രാക്ടിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻ നമ്പർ ഇല്ലാതെ ഒരു സാധാരണ ജീവിതം നയിക്കാനായിട്ട് ഇന്ത്യയിൽ സാധിക്കില്ല. അപ്പോൾ പാൻ നമ്പർ പല കാര്യങ്ങൾക്കും കമ്പൽസറിയാണ്. നമ്മൾ ഈ കണ്ടു കഴിഞ്ഞത് പാൻ എടുക്കാനുള്ള അല്ലെങ്കിൽ പാൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ട്രാൻസാക്ഷനുകളെ കുറിച്ചാണ്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് 12 ലക്ഷം രൂപ വിലയുള്ള ഒരു ലാൻഡ് സെയിൽ, നിങ്ങളൊരു ഭൂമി വിറ്റു, ഈ ട്രാൻസാക്ഷൻ ഇൻകം ടാക്സുകാർ അറിയണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ പാൻ എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മെജോറിറ്റി ഇൻഫർമേഷൻസും ഇൻകം ടാക്സുകാർ കളക്ട് ചെയ്യുന്നത് പാൻ ലിങ്ക് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനുകളിലൂടെയാണ്. ഇതല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള അധികാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് പണിതിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ചോദിക്കാവുന്നതാണ്. അതിന് ബേസ് ചെയ്തുകൊണ്ട് വീട് പണിത ആളുകൾക്ക് അതിന്റെ സോഴ്സ് എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസും അയക്കാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ചിറ്റ്സ് കമ്പനികൾക്ക് നോട്ടീസ് അയക്കാം. ചിറ്റ്സ് കമ്പനികളിൽ നിന്ന് മാസം 50,000 രൂപയിൽ കൂടുതൽ ചിറ്റ്സ് വയ്ക്കുന്ന ആളുകളുടെ ലിസ്റ്റ് കളക്ട് ചെയ്യാം. അതിന്റെ സോഴ്സ് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് നോട്ടീസ് അയക്കാം. അപ്പോൾ പാൻ കാർഡ് വഴി മാത്രമല്ല മറ്റു പല മാർഗങ്ങളിൽ കൂടിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സുകാർ നിർബന്ധമായും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ്. TDS ട്രാൻസാക്ഷനുകൾ. നിങ്ങൾക്ക് ബാങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, നിങ്ങൾ ഒരു പക്ഷേ അതിൽ TDS പിടിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ TDS പിടിക്കാതിരിക്കാനായിട്ട് 15G അല്ലെങ്കിൽ 15H എന്നുള്ള ഫോം, നിങ്ങളുടെ വരുമാനം ടാക്സബിൾ ലിമിറ്റിന് താഴെയാണ് എന്നുള്ള ഡിക്ലറേഷൻ, അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ ബാങ്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്ന ആ ബാങ്ക് അല്ലെങ്കിൽ NBFC നിധി അവരൊരു TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ TDS റിട്ടേണിൽ നിങ്ങളുടെ പാൻ നമ്പറും പേരും എല്ലാം ഉൾപ്പെട്ടിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ ഓൾറെഡി ഇൻകം ടാക്സിന് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ പേരിൽ ഇത്ര രൂപ TDS പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ 15G 15H തന്നതുകൊണ്ട് TDS പിടിച്ചിട്ടില്ല. ഈ ഒരു ട്രാൻസാക്ഷൻ ഇത് ഓൾറെഡി അവെയർ ആണ്. അപ്പോൾ നിങ്ങളെപ്പറ്റി ഇൻകം ടാക്സുകാർ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ഇടപാട് നിങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇടപാട് നിങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. 10 ലക്ഷം എന്നത് ഇൻ അഗ്രിഗേറ്റ് 10 lakhs എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം അങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയി 10 ലക്ഷം കവർ ചെയ്താലും ഈ 10 ലക്ഷം ലിമിറ്റിനുള്ളിൽ വരും. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ SB അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ നിധി കമ്പനികളിലോ NBFCകളിലോ ഫിക്സഡ് ഡെപ്പോസിറ്റ്, നിങ്ങളുടെ ടോട്ടൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് 10 ലക്ഷം രൂപയിൽ കൂടുതലുണ്ട് എങ്കിൽ, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് അതർ ദാൻ ക്യാഷ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് നടത്താണ്, ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഷെയർസ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഇതിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. ഡയറക്റ്റ്ലി ഇൻകം ടാക്സിന് ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിരിക്കും. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അതിന്റെ ഒരു ഇൻഫർമേഷൻ ഇൻകം ടാക്സിന് ലഭിക്കും. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഇൻ ക്യാഷ്, നിങ്ങൾ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഒരു വർഷം നിങ്ങൾ ക്യാഷ് ആയിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ സ്ട്രെയിറ്റ് അവേ ഇൻകം ടാക്സിന് ലഭിക്കും. ഇത് നമ്മളൊരു സമ്മറി ലിസ്റ്റ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ലിസ്റ്റ് കാണാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കുക. മറ്റൊരു കാര്യമുള്ളത്, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരുമോ, കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ ഇത്തരം ട്രാൻസാക്ഷൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ കണക്ക് ബുക്കിൽ നിങ്ങളുടെ ഇടപാടുകൾ ഉണ്ടോ എന്നറിയാനായിട്ട് ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ലോഗിൻ ഉള്ള ആളുകൾക്ക് അതിൽ 2 ഭാഗങ്ങളിലായിട്ടാണ് നിങ്ങളുടെ കണക്ക് പുസ്തകം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ 2 ഭാഗങ്ങളിലാണ് ഇൻകം ടാക്സുകാർ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഫോം നമ്പർ 26AS എന്നുള്ള ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസ്, TDS ഇടപാടുകൾ, SFT ട്രാൻസാക്ഷനുകൾ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളും ഇൻകം ടാക്സുകാർ നിങ്ങളെക്കുറിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കണക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, കംപ്ലൈൻസ് എന്നുള്ള ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കംപ്ലൈൻസ് പോർട്ടൽ എന്നുള്ള മറ്റൊരു വിൻഡോയിലേക്ക് പോകും. അവിടെയും നിങ്ങൾ നടത്തിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇടപാടുകൾ, ഉദാഹരണത്തിന് ഷെയർ ട്രേഡിംഗ് ഇടപാടുകൾ, ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഡെപ്പോസിറ്റുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളെക്കുറിച്ച് ഇൻകം ടാക്സുകാർ എന്താണ് അറിഞ്ഞിരിക്കുന്നത് എന്ന് കാണാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലോഗിനിൽ കയറി 26AS, ഫോം നമ്പർ 26ASലും കംപ്ലൈൻസ് പോർട്ടലിലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ്, നിങ്ങളെക്കുറിച്ചുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ മറന്നാലും ഇൻകം ടാക്സുകാർ മറക്കില്ല. നിങ്ങൾ എന്ന് ഭൂമി വിറ്റു അല്ലെങ്കിൽ എന്നാണ് ക്യാഷ് ഡെപ്പോസിറ്റ് നടത്തിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈൻസ് പോർട്ടലിൽ കയറി അല്ലെങ്കിൽ 26ASൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻകം ടാക്സുകാർ നിങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് കരുതലുള്ള ആളുകളാണ്. അവരൊരിക്കലും അത് മറന്നുപോകില്ല.
അപ്പോൾ ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയുക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 2 വേ ഔട്ടുകളാണുള്ളത്. ഒന്ന്, ഒരു പക്ഷേ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോം നമ്പർ 26AS നിങ്ങളുടെ കംപ്ലൈൻസ് പോർട്ടലിലുള്ള ട്രാൻസാക്ഷൻസും കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു എംപ്ലോയി ആയിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഫോം നമ്പർ 16 വെച്ചിട്ടാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകത്തിനെ കുറിച്ചിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്നും ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ 26AS ആ ഒരു റിമാർക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോം നമ്പർ 16 പ്ലസ് 26AS എന്താണോ വന്നിരിക്കുന്നത് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 26AS കംപ്ലൈൻസ് പോർട്ടലും ഒക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷം ഇതെല്ലാം ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ സാധാരണ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളാണ്, നിങ്ങൾക്ക് ടാക്സബിൾ വരുമാനമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ 26AS കംപ്ലൈൻസ് പോർട്ടലിലോ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ ഉള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ 2 പോംവഴികളാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന്, ആ വർഷം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങളൊരു ലാൻഡ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് എബവ് 30 lakhs ഒരു ലാൻഡ് നിങ്ങൾ വിറ്റിട്ടുണ്ട്. 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു ലാൻഡ് വിറ്റിട്ടുണ്ട്. ആ ലാൻഡ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് 30 ലക്ഷം രൂപയ്ക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ആണ്, നിങ്ങൾ 2 വർഷത്തിലും കുറവാണ് നിങ്ങൾ ആ ലാൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് അതിലുണ്ട്. അപ്പോൾ ആ വർഷം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളുടെ കംപ്ലൈൻസ് പോർട്ടലിൽ ഒരു ട്രാൻസാക്ഷൻ വന്ന് കിടക്കുന്നുണ്ട്, ക്യാഷോ ലാൻഡ് ട്രാൻസാക്ഷനോ കംപ്ലൈൻസ് പോർട്ടലിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലയബിലിറ്റി നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയിൽ താഴെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുക്കുക, നിങ്ങളുടെ ഇൻകം 2.5 ലക്ഷം രൂപയിൽ താഴെയാണ്, അതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. ഈ ട്രാൻസാക്ഷൻസ്, ഈ ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ റീസൺ ഇതാണ്, ഇതിന്റെ സോഴ്സ് ഇങ്ങനെയാണ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളൊരു റെസ്പോൺസ് ഫയൽ ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു റെസ്പോൺസ് ഫയൽ ചെയ്യുക. മറ്റൊരു കാര്യമുള്ളത്, പലപ്പോഴും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. പല NRIs കേസിലും ബാങ്ക് TDS പിടിക്കാറുണ്ട്. അപ്പോൾ ആരും അത് അത്ര മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇൻകം ടാക്സിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് നിങ്ങളുടെ ലോഗിനിൽ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ കംപ്ലൈൻസ് പോർട്ടലിലും 26AS ഫിഗറുകൾ വന്ന് കിടക്കുന്നുണ്ട്, നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇമ്മീഡിയറ്റ്ലി ഒരു നോട്ടീസ് വരില്ലെങ്കിലും 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ ആ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കംപ്ലൈൻസ് പോർട്ടലിലോ 26AS ഫിഗറുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു റിട്ടേൺ ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുക്കാനായിട്ടോ ശ്രമിക്കുക. ഒരു നോട്ടീസ് വരുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യാനോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനോ ഉള്ള ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളൊരു ടാക്സ് കൺസൾട്ടന്റിന്റെയോ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ ഹെൽപ്പ് നിങ്ങൾ തേടുക. നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ സപ്പോർട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സംശയങ്ങളോ സപ്പോർട്ടോ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതുപോലുള്ള മറ്റു വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.